നമസ്കാരം. ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി എന്ന ടെക്സ്റ്റിലെ 10ാമത്തെ പാഠമായ മനുഷ്യവാസസ്ഥലങ്ങൾ, അതായത് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാഠഭാഗത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാസസ്ഥലങ്ങളുടെ വർഗീകരണം, ഉപനഗരവൽക്കരണം അതായത് സബർബനൈസേഷൻ, ഇന്ത്യൻ നഗരങ്ങളുടെ നിർവചനം, വാസസ്ഥലങ്ങളുടെ തരവും മാതൃകയും, ഗ്രാമീണ വാസസ്ഥലങ്ങൾ അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും, ഗ്രാമീണ വാസസ്ഥല മാതൃകകൾ, ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ. ഇനി എന്താണ് മനുഷ്യവാസസ്ഥലങ്ങളെന്ന് നോക്കാം. മനുഷ്യൻ ചില പ്രദേശങ്ങളിൽ വീടുകൾ നിർമ്മിച്ച് കൂട്ടമായി വസിക്കുന്നു. ഈ പ്രദേശങ്ങളെ ഗ്രാമം, നഗരം, പട്ടണം എന്നെല്ലാം അറിയപ്പെടുന്നു. ഇവയെല്ലാം വാസസ്ഥലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മനുഷ്യർ ഏറെക്കുറെ സ്ഥിരമായി വസിക്കുന്ന ഇടങ്ങളെയാണ് മനുഷ്യവാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി വാസസ്ഥലങ്ങളുടെ വർഗീകരണം അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെറ്റിൽമെൻറ്റ്സ്. മനുഷ്യവാസസ്ഥലങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം: ഗ്രാമങ്ങളും നഗരങ്ങളും, ദറ്റ് ഈസ് റൂറൽ ആൻഡ് അർബൻ. ഇനി റൂറൽ അർബൻ ഡൈക്കോട്ടമി അതായത് ഗ്രാമ-നഗര അന്തരം എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിലൂടെ കണ്ണോടിച്ചാൽ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് പൊതുവെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തരംതിരിച്ചിട്ടുള്ളതെങ്കിലും ഇന്ത്യയിലെയും ചൈനയിലെയും ചില ഗ്രാമങ്ങളിൽ പശ്ചിമ യൂറോപ്പിലെയും USA-യിലെയും പല നഗരങ്ങളെക്കാളും ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് തന്നെ വാസസ്ഥലങ്ങളുടെ വർഗീകരണത്തിന് ജനസംഖ്യ ഒരു സാർവത്രിക മാനദണ്ഡമായി കണക്കാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗ്രാമങ്ങളെയും നഗരങ്ങളെയും അവിടുത്തെ പ്രധാന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഇനി ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും തൊഴിൽപരമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമങ്ങളിലെ ജനങ്ങൾ പൊതുവെ പ്രാഥമിക പ്രവർത്തനങ്ങളായ കൃഷി, മരംവെട്ട്, മത്സ്യബന്ധനം, ഖനനം, മൃഗപരിപാലനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്നാൽ നഗരവാസികൾ കൂടുതലും പ്രാഥമികേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം വ്യവസായം, ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരം, വാണിജ്യം എന്നിവ. അടുത്തതായി ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ചുള്ള നിർവചനം എന്താണെന്ന് നോക്കാം. 1991 ഇന്ത്യൻ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഒരു പ്രദേശം നഗരമായി കണക്കാക്കണമെങ്കിൽ വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറഞ്ഞത് 5000 ജനസംഖ്യയുള്ളതും 75% പുരുഷ തൊഴിലാളികൾ കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതും ചതുരശ്ര കിലോമീറ്ററിന് 400 ആളുകൾ എന്ന ജനസാന്ദ്രതയുമുള്ളതുമായ പ്രദേശങ്ങളെയും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കണ്ടോൺമെൻറ് ബോർഡ്, പട്ടണമായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ എന്നിവയെയും നഗരങ്ങളായി കണക്കാക്കാവുന്നതാണ്. വാസസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് സബർബനൈസേഷൻ അഥവാ ഉപനഗരവൽക്കരണം. എന്താണ് ഉപനഗരവൽക്കരണം എന്ന് നോക്കാം. ഇന്ന് വികസിത രാജ്യങ്ങളിലെ വലിയ ഒരു വിഭാഗം നഗരജനസംഖ്യ നഗരങ്ങളിൽ തൊഴിലെടുക്കുന്നവരെങ്കിലും ഗ്രാമങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച നഗരപ്രദേശങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത നിലവാരം തേടി നഗരത്തിന് പുറത്ത് സ്വച്ഛമായ പ്രദേശങ്ങളിലേക്ക് അവർ മാറി താമസിക്കുന്നു. ഇക്കാരണത്താൽ പ്രധാന നഗരങ്ങൾക്ക് ചുറ്റും ഉപനഗരങ്ങൾ രൂപപ്പെടുന്നു. ഇതിനെയാണ് സബർബനൈസേഷൻ അഥവാ ഉപനഗരവൽക്കരണം എന്ന് പറയുന്നത്. ഈ ഉപനഗരങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ജോലിക്കായി നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. ഇനി നമുക്ക് വാസസ്ഥലങ്ങളുടെ തരവും മാതൃകയും അനുസരിച്ച് എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ടൈപ്സ് ആൻഡ് പാറ്റേൺസ് ഓഫ് സെറ്റിൽമെൻറ്റ്സ്. ആകൃതിയുടെയും മാതൃകയുടെയും അടിസ്ഥാനത്തിൽ വാസസ്ഥലങ്ങളെ തരംതിരിക്കാം. ആകൃതി അനുസരിച്ച് വാസസ്ഥലങ്ങളെ രണ്ടായി തിരിക്കാം. ഓൺ ദി ബേസ് ഓഫ് ഷേപ്പ് സെറ്റിൽമെൻറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2. ആദ്യത്തേത് കോമ്പാക്റ്റ് ഓർ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെൻറ്റ്സ്, നിബിഡ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. രണ്ടാമത്തേത് ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ്, വിസരിത വാസസ്ഥലങ്ങൾ എന്ന് പറയും. ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിലൂടെ നിബിഡ വാസസ്ഥലങ്ങളുടെയും വിസരിത വാസസ്ഥലങ്ങളുടെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് കോമ്പാക്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെൻറ്റ്സ് അഥവാ നിബിഡ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്ന് നോക്കാം.
വീടുകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന വാസസ്ഥലങ്ങളെയാണ് നിബിഡ വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. നദീതീരങ്ങളിലും സമതലങ്ങളിലുമാണ് ഇത്തരം വാസസ്ഥലങ്ങൾ കാണപ്പെടുന്നത്. ഇനി വിസരിത വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. വീടുകൾ പരസ്പരം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന വാസസ്ഥലങ്ങളാണ് വിസരിത വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രാമീണ വാസസ്ഥലങ്ങൾ റൂറൽ സെറ്റിൽമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. പ്രകൃതിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടവയാണ് ഗ്രാമീണ വാസസ്ഥലങ്ങൾ. കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം തുടങ്ങിയ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ മുൻഗണനയെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഈ വാസസ്ഥലങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് റൂറൽ സെറ്റിൽമെൻറ്റ്സ്: വാട്ടർ സപ്ലൈ, ജലലഭ്യത; ലാൻഡ്, ഭൂപ്രദേശം; അപ്ലാൻഡ്, ഉയർന്ന പ്രദേശം; ബിൽഡിംഗ് മെറ്റീരിയൽസ്, നിർമ്മാണ വസ്തുക്കൾ; ഡിഫൻസ്, പ്രതിരോധം; പ്ലാൻഡ് സെറ്റിൽമെൻറ്റ്സ്, ആസൂത്രിത വാസസ്ഥലങ്ങൾ എന്നിവയാണ് ഗ്രാമീണ വാസസ്ഥലങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് ഓരോ ഘടകങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ഒന്നാമതായി ജലലഭ്യത, വാട്ടർ സപ്ലൈ. നദികൾ, തടാകങ്ങൾ, നീരുറവകൾ എന്നിവയ്ക്ക് സമീപത്തായാണ് സാധാരണയായി ഗ്രാമീണ വാസസ്ഥലങ്ങൾ രൂപപ്പെടുന്നത്. ഈ ജലസ്രോതസ്സുകളിലെ വെള്ളം ഗാർഹിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഗ്രാമങ്ങളിലെ സഞ്ചാരയോഗ്യമായ ജലസ്രോതസ്സുകളെ ഗതാഗതത്തിനായും പ്രയോജനപ്പെടുത്താറുണ്ട്. രണ്ടാമത്തെ ഘടകമാണ് ലാൻഡ് അല്ലെങ്കിൽ ഭൂപ്രദേശം. ഗ്രാമങ്ങളിലെ ജനങ്ങൾ കൃഷിക്കനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ ഭൂമിയിൽ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ഠമായ ഭൂമി ഗ്രാമീണ വാസസ്ഥലങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകമാണ്. മൂന്നാമത്തെ ഫാക്ടർ അപ്ലാൻഡാണ്, ഉയർന്ന പ്രദേശം. ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി കുറഞ്ഞ ഉയർന്ന പ്രദേശങ്ങളാണ് ജനങ്ങൾ വാസസ്ഥലങ്ങൾക്കായി തിരഞ്ഞെടുത്തിരുന്നത്. ഉഷ്ണമേഖലാ രാജ്യങ്ങളിലെ ചതുപ്പു സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും ചെറുപ്രാണികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഉയരത്തിലുള്ള തൂണുകൾക്ക് മുകളിലായാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് തൂണുകൾക്ക് മുകളിലായി വീടുകൾ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഗ്രാമീണ വാസസ്ഥലങ്ങളെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകമാണ് നിർമ്മാണ വസ്തുക്കൾ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്. വീട് നിർമ്മാണ വസ്തുക്കളായ മരം, കല്ല് എന്നിവ ലഭ്യമാകുന്ന പ്രദേശങ്ങൾ വാസസ്ഥലങ്ങൾക്ക് അനുകൂലമായ ഘടകമാണ്. ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതയനുസരിച്ച് ലഭ്യമാകുന്ന നിർമ്മാണ വസ്തുക്കൾ വെച്ചാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഉദാഹരണമായി ചൈനയിലെ ലോയസ് പ്രദേശത്ത് ഗുഹകളിലാണ് ആളുകൾ താമസിക്കുന്നത്. എന്നാൽ ആഫ്രിക്കയിലെ സാവന്ന പ്രദേശങ്ങളിൽ കളിമൺ കട്ടകൾ കൊണ്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ധ്രുവപ്രദേശത്ത് അല്ലെങ്കിൽ പോളാർ റീജിയൻസിൽ ഹിമക്കട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയ ഇഗ്ലുവിലാണ് ആളുകൾ താമസിക്കുന്നത്. പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ് ആണ് ഗ്രാമീണ വാസസ്ഥലങ്ങളെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകം. രാഷ്ട്രീയ അസ്ഥിരത, യുദ്ധം, അയൽ ഗ്രാമങ്ങളുമായുള്ള ശത്രുത എന്നീ സാഹചര്യങ്ങളിൽ രക്ഷ നേടുന്നതിനായി ഗ്രാമങ്ങൾ പലപ്പോഴും ഉയർന്ന കുന്നിൻ മുകളിലും ദ്വീപുകളിലുമാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. ഉദാഹരണം നൈജീരിയയിലെ ഉയർന്ന ഇൻസൽബർഗുകൾ ഇത്തരം പ്രതിരോധ സ്ഥാനങ്ങളിലാണ്. അതുപോലെ ഇന്ത്യയിലെ മിക്ക കോട്ടകളും ഉയർന്ന സ്ഥാനങ്ങളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഗ്രാമീണ വാസസ്ഥലങ്ങളെ സ്വാധീനിക്കുന്ന ആറാമത്തെ ഘടകമാണ് പ്ലാൻഡ് സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ ആസൂത്രിത വാസസ്ഥലങ്ങൾ. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ പാർപ്പിടം, ജലം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളായാണ് ആസൂത്രിത വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി പ്രദേശത്തെ കനാൽ കോളനികളും എത്യോപ്യയിലെ ഗ്രാമവൽക്കരണ മാതൃകയും ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തതായി റൂറൽ സെറ്റിൽമെൻറ്റ് പാറ്റേൺസ്, അതായത് ഗ്രാമീണ വാസസ്ഥല മാതൃകകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീടുകൾ സ്ഥാപിച്ചിരിക്കുന്ന ക്രമമനുസരിച്ചാണ് ഗ്രാമീണ വാസസ്ഥല മാതൃകകൾ കണക്കാക്കുന്നത്. ഗ്രാമത്തിൻ്റെ സ്ഥാനം, ചുറ്റുപാടുമുള്ള ഭൂപ്രകൃതി, ഭൂപ്രദേശത്തിൻ്റെ കിടപ്പ് ഇവയെല്ലാം ഗ്രാമത്തിൻ്റെ ആകൃതിയെയും വലിപ്പത്തെയും സ്വാധീനിക്കുന്നു. ഗ്രാമീണ വാസസ്ഥലങ്ങളെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ അനുസരിച്ച് തരംതിരിക്കാം. ഒന്നാമതായി സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളെ തരംതിരിക്കാം.
അതായത് ഓൺ ദി ബേസിസ് ഓഫ് സെറ്റിംഗ്. സമതല ഗ്രാമങ്ങൾ, തീരദേശ ഗ്രാമങ്ങൾ, വനഗ്രാമങ്ങൾ, മരുഭൂമിയിലുള്ള ഗ്രാമങ്ങൾ എന്നിവയാണ് സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവ്. രണ്ടാമതായി സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം, ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻസ്. കാർഷിക ഗ്രാമങ്ങൾ, മുക്കുവ ഗ്രാമങ്ങൾ, മരപ്പണിക്കാരുടെ ഗ്രാമങ്ങൾ, ഇടയ ഗ്രാമങ്ങൾ എന്നിവയാണ് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവ്. മൂന്നാമതായി വാസസ്ഥാനത്തിൻ്റെ ആകൃതിയുടെയും രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളെ തരംതിരിക്കാം. വിവിധ ജാമതീയ രൂപങ്ങളായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ഫോം ഓർ ഷേപ്പ് ഓഫ് സെറ്റിൽമെൻറ്റ്സ്. There are a number of geometrical forms such as linear, rectangular, circular, star-like, T-shaped village, double village, cross-shaped village, etc. അതായത് രേഖീയം, ചതുരം, വൃത്തം, നക്ഷത്രാകൃതി, ടി ആകൃതി, സംയോജിത ഗ്രാമങ്ങൾ, കുരിശിൻ്റെ ആകൃതി തുടങ്ങിയവയാണ് ഗ്രാമീണ വാസസ്ഥലത്തിൻ്റെ പ്രധാന മാതൃകകൾ. ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ വിവിധ ഗ്രാമീണ വാസസ്ഥല മാതൃകകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തേത് രേഖീയ ആകൃതിയാണ്, ലീനിയർ പാറ്റേൺ. രണ്ടാമത്തേത് കുരിശാകൃതിയാണ്, ക്രോസ് പാറ്റേൺ. മൂന്നാമത്തേത് നക്ഷത്രാകൃതിയാണ്, സ്റ്റാർ ലൈക്ക് പാറ്റേൺ. നാലാമത്തേത് ടി ആകൃതി, ടി ലൈക്ക് പാറ്റേൺ. അഞ്ചാമത്തേത് വൃത്താകൃതി, സർക്കുലർ പാറ്റേൺ. ആറാമത്തേത് സംയോജിത ഗ്രാമം അല്ലെങ്കിൽ ഇരട്ട ആകൃതിയാണ്. ഇതിനെ ഡബിൾ പാറ്റേൺ എന്നാണ് പറയുന്നത്. ഇതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി രേഖീയ വാസസ്ഥല മാതൃക, അത് ലീനിയർ പാറ്റേൺ. ഇത്തരം വാസസ്ഥല മാതൃകകൾ റോഡ്, റെയിൽപാത, നദികൾ എന്നിവയുടെ വശങ്ങളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അടുത്തതായി ചതുര മാതൃക, റെക്റ്റാങ്കുലർ പാറ്റേൺ. ഇത്തരം ഗ്രാമീണ വാസസ്ഥല മാതൃകകൾ സമതലങ്ങളിലോ അല്ലെങ്കിൽ വിസ്തൃതമായ പർവ്വത താഴ്വരകളിലോ ആണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ റോഡുകൾ ചതുരാകൃതിയുള്ളവയും പരസ്പരം ബന്ധിക്കുന്നവയുമാണ്. അടുത്തതായി സർക്കുലർ പാറ്റേൺ, വൃത്തമാതൃക. തടാകങ്ങൾ, ടാങ്കുകൾ എന്നിവയ്ക്ക് ചുറ്റുമായി രൂപപ്പെടുന്ന വാസസ്ഥല മാതൃകയാണിത്. ഇനി നാലാമതായി നക്ഷത്ര മാതൃക, സ്റ്റാർ ലൈക്ക് പാറ്റേൺ. ധാരാളം റോഡുകൾ കൂടിച്ചേരുമ്പോൾ റോഡുകൾക്ക് ഇരുവശവും പാർപ്പിടങ്ങൾ നിർമ്മിക്കപ്പെട്ട് നക്ഷത്ര മാതൃകാ വാസസ്ഥലം രൂപപ്പെടുന്നു. അടുത്തതായി ടി രൂപ മാതൃക. റോഡുകളുടെ മുക്കവലകളുടെ വശങ്ങളിൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ ടി രൂപ മാതൃകാ വാസസ്ഥലം രൂപപ്പെടുന്നു. ഇനിയും വൈ രൂപ മാതൃക എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. രണ്ട് റോഡുകൾ മൂന്നാമതൊരു റോഡിൽ ചേരുകയും റോഡുകൾക്ക് ഇരുവശവും പാർപ്പിടങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വൈ രൂപ വാസസ്ഥല മാതൃക രൂപപ്പെടുന്നു. ഇനി കുരിശ് മാതൃക എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ക്രോസ് ഷേപ്ഡ് സെറ്റിൽമെൻറ്റ്സ്. ഒരു റോഡ് മറ്റൊരു റോഡിന് കുറുകെ മുറിച്ച് കടന്നു പോവുകയും പാർപ്പിടങ്ങൾ 4 ദിശയിലേക്കും വ്യാപിക്കുകയും ചെയ്യുമ്പോൾ കുരിശു മാതൃക വാസസ്ഥലങ്ങൾ രൂപപ്പെടുന്നു. അടുത്തതായി ഇരട്ട ഗ്രാമം അല്ലെങ്കിൽ ഡബിൾ വില്ലേജ് അല്ലെങ്കിൽ ഡബിൾ പാറ്റേൺ എന്താണെന്ന് നോക്കാം. ഒരു നദിക്ക് കുറുകെ പാലമോ കടവോ ഉള്ള ഇടങ്ങളിൽ നദിയുടെ ഇരുവശങ്ങളിലുമായി വാസസ്ഥലങ്ങൾ രൂപപ്പെടുന്നു. ഇവയാണ് ഇരട്ട ഗ്രാമങ്ങൾ. ഇനി നമുക്ക് ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് പ്രോബ്ലംസ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. വികസ്വര രാജ്യങ്ങളിലാണ്, അതായത് ഡെവലപ്പിംഗ് നേഷൻസിലാണ് ഗ്രാമീണ വാസസ്ഥലങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരിക്കും. ഉദാഹരണം, ജലവിതരണം. പ്രത്യേകിച്ച് പർവ്വത പ്രദേശങ്ങളിലും വരണ്ട പ്രദേശങ്ങളിലും കുടിവെള്ളം ശേഖരിക്കുന്നതിന് ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇവിടെ ജലജന്യ രോഗങ്ങളായ കോളറ, മഞ്ഞപ്പിത്തം എന്നിവയുടെ വ്യാപനത്തിന് സാധ്യതകളേറെയാണ്. അതുപോലെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ പലപ്പോഴും വരൾച്ചയും വെള്ളപ്പൊക്കവും ഉണ്ടാകാറുണ്ട്. ജലസേചനത്തിൻ്റെ അഭാവത്തിൽ കാർഷിക ക്രമം ഇവിടെ ദുഷ്കരമാകാറുണ്ട്. ശൗചാലയങ്ങളുടെ അഭാവവും മാലിന്യ നിർമ്മാർജ്ജന സൗകര്യങ്ങളുടെ അഭാവവും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഗ്രാമങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് നിർമ്മാണ വസ്തുക്കൾക്ക് വ്യത്യാസമുണ്ടാകുന്നു. കളിമണ്ണ്, മരം, വൈക്കോൽ എന്നിവ കൊണ്ട് നിർമ്മിച്ച വീടുകൾ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നശിച്ചു പോകാറുണ്ട്.
അതുപോലെ മിക്ക വീടുകൾക്കും കൃത്യമായ വാതായന സംവിധാനങ്ങൾ, അതായത് വെന്റിലേഷൻ ഇല്ല. ടാറിടാത്ത റോഡുകളും ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളുടെ അഭാവവും ഈ പ്രദേശങ്ങളിൽ ഒരു പ്രധാന പ്രശ്നമാണ്. മഴക്കാലങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ വലിയ ഒരു വിഭാഗം ഗ്രാമജനങ്ങളിലെത്തിക്കാൻ സാധിക്കാതെ വരുന്നു. വീടുകൾ വിസ്തൃതമായ പ്രദേശത്ത് ചിതറിക്കിടക്കുന്നതും ഗ്രാമീണ സൗകര്യങ്ങൾ വേണ്ടത്ര ലഭ്യമല്ലാത്തതുമായ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. ഇനി ഇന്ന് പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദി ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി റൂറൽ സെറ്റിൽമെൻറ്റ്സ്. അതായത് ഗ്രാമീണ വാസസ്ഥലങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവ. ഇനി രണ്ടാമത്തെ ചോദ്യം, ക്ലാസിഫൈ ദി റൂറൽ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഓൺ ദി ബേസിസ് ഓഫ് ഷേപ്പ്. ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ വാസസ്ഥലങ്ങളെ വർഗീകരിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്രോബ്ലംസ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്. ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ചെറുകുറിപ്പ് തയ്യാറാക്കുക.